Hello and welcome back to lesson 5 of the new beginner series. അഞ്ചാമത്തെ ലെസൺ ആണ്. ഇതിനു മുമ്പ് 4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ 1, 2, 3 ഒക്കെ ഭയങ്കര ബേസിക് ആണ്. 4 വളരെ ബേസിക് ആണ്. നമ്മൾ എന്താണെന്ന് വെച്ചാലേ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് ടെൻസുകളൊക്കെ പഠിച്ചു പോരും. പക്ഷേ എവിടെയെങ്കിലൊക്കെ എത്തുമ്പോൾ അത് അങ്ങനെ പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾക്കൊക്കെ കറക്റ്റായ ആ ക്ലാരിറ്റി വരുത്തിയിട്ട് പോകുന്നൊരു സീരീസാണ്. ഇതിന് മുമ്പ് ചെയ്ത സീരീസുകൾ ബേസിക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള സീരീസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ബേസിക് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ടെൻസസ് ഒക്കെ പ്രാക്ടീസിനുള്ള ചോദ്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഈ സീരീസ് അതിന് കോംപ്ലിമെൻ്റായി നിൽക്കുന്നതാണ്. ഞാൻ ഇതിൽ കൂടുതൽ ടെൻസുകൾ ഡിഡ്യൂസ് ചെയ്യുക അങ്ങനെയൊന്നും അല്ല ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് അത് പറയുന്നില്ല എന്നല്ല, അത് പറയുന്നുണ്ട്. ഇതിൽ ഫോക്കസ് കൂടുതൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ്. അപ്പോൾ ഈ സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം. ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്കിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. അത് സത്യമല്ല, ഇറ്റ്സ് നോട്ട് ട്രൂ, ഞാനത് വിശ്വസിക്കുന്നില്ല. എങ്ങനെ പറയും? ഐ എം നോട്ട് ബിലീവിങ് ഇറ്റ് അല്ല, ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്, ഞാനത് വിശ്വസിക്കുന്നില്ല. അതെന്താ അങ്ങനെ വന്നേ? ഈ ബിലീവിങ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിൽ ഇത് യൂസ് ചെയ്യില്ല അല്ലേ? കുറച്ച് വേർബ്സ് ഞാനിങ്ങനെ പറഞ്ഞു തന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓർമ്മയുണ്ടോ? കുറച്ച് പേരൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അടുത്ത ചോദ്യം. മധുവിനെ കാണുമ്പോൾ പരിചയപ്പെടുമ്പം നിങ്ങൾക്ക് അവളെ ഇഷ്ടപ്പെടും. യു വിൽ ലൈക്ക് മധു വെൻ യു മീറ്റ് ഹർ. അത് കഴിഞ്ഞിട്ട് ഷീസ് ബീങ് വെരി നൈസ് ആണോ, ഷീസ് വെരി നൈസ് ആണോ? ഉത്തരം ഷീസ് വെരി നൈസ്. അവിടെ എന്താ ബീങ് വരാതിരുന്നത്? ആൾ നല്ലൊരു ക്യാരക്ടർ ആണെന്നേ, അല്ലാണ്ട് ഇപ്പം ഇയാളെ കാണുമ്പോൾ നന്നായി ബിഹേവ് ചെയ്യുന്നതല്ല അല്ലേ? ബീങ് എന്ന് വെച്ചാൽ ടെമ്പററി ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അറിയില്ലെങ്കിൽ ആദ്യത്തെ വീഡിയോ മുതൽ കാണുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കോമെൻറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അവിടെ ചെന്ന് ക്ലിക്ക് ചെയ്താൽ ഫുൾ വീഡിയോസിൻ്റെ അത് കിട്ടും കേട്ടോ. ലാപ്ടോപ്പ് മാറ്റി വെക്കല്ലേ, ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. ഡോണ്ട് പുട്ട് ദ ലാപ്ടോപ്പ് അവേ. ഐ എം യൂസിങ് ഇറ്റ് ആണോ, ഐ യൂസ് ഇറ്റ് ആണോ? ഐ യൂസ് ഇറ്റ് എന്ന് വെച്ചാൽ ഞാനത് ഉപയോഗിക്കാറുണ്ട്. മാറ്റി വെക്കല്ലേ, ഞാനത് ഉപയോഗിക്കാറുണ്ടെന്നാണോ പറയുക? മാറ്റി വെക്കല്ലേ, ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയെന്നാണോ? ഐ എം യൂസിങ് ഇറ്റ്, അതാണ് ഉത്തരം. റാണി ഡാഷ് വെരി നൈസ് ടു മീ അറ്റ് ദ മൊമെൻറ്റ്. ഐ വണ്ടർ വൈ. എന്താണാവോ അവളിങ്ങനെ എന്നോട് നന്നായി പെരുമാറാൻ കാരണം? അതിനോട് എന്താ വരിക? റാണി ഇസ് ബീയിങ് വെരി നൈസ് ടു മീ അറ്റ് ദ മൊമെൻറ്റ്. അറ്റ് ദ മൊമെൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പം അവൾ ഭയങ്കര ഒരു നന്നായിട്ട് എന്നോടൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടല്ലോ, എന്താണാവോ വരാൻ പോണത് എന്നൊരു ഇതാണ് അല്ലേ? സാധാരണ അവൾ അങ്ങനെയല്ല. അതുകൊണ്ടല്ലേ ഐ വണ്ടർ വൈ, എന്ത് കാരണം കൊണ്ടാണാവോ അത് സംഭവിക്കണേ, എന്തിനാണാവോ അവളിങ്ങനെ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യണേ, എന്ത് സോപ്പിടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു സംഭവം വരണത്. മനസ്സിലായോ? കോണ്ടെക്സ്റ്റ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അത് മനസ്സിലാക്കി ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ്? എന്തെങ്കിലും കഴിക്കാൻ വേണോ? ആർ യു ഹംഗ്രി ആണോ, ആർ യു ബീങ് ഹംഗ്രി ആണോ? ഇത് എളുപ്പമായിരുന്നു. ആർ യു ഹംഗ്രി അല്ലേ? വിശക്കുന്നുണ്ടോ? ഉത്തരങ്ങളൊക്കെ ശരിയാക്കിയെന്ന് വിചാരിക്കണോ? ഇന്ന് നമ്മൾ സിമ്പിൾ പാസ്റ്റിൻ്റെ അനന്തതയിലേക്ക് കിടക്കുകയാണ്. അനന്തത എന്നില്ല, സിമ്പിൾ പാസ്റ്റ് പാവാണ്. പഞ്ചപാവാണ് കേട്ടോ. സിമ്പിൾ പാസ്റ്റ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു പാരഗ്രാഫ് വായിക്കാം. മാഡം ക്യൂരി വാസ് എ ഫേമസ് സയൻറ്റിസ്റ്റ്. She was born in Poland in 1867 and moved to France to study. She worked hard and discovered 2 new elements. She also won 2 Nobel Prizes for her research. She died in 1934. ഇതിൽ verbs ശ്രദ്ധിച്ചോ? Was, moved, worked, discovered, won, died. ഇതൊക്കെ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബിൻ്റെ ഫോംസ് ആണ്. പൊതുവെ നമ്മുടെ വേർബ്സിന് ഓർമ്മയുണ്ടോ? ലെസൺ 1 അല്ലേ? അതിലെ ആ വേർബ്സ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് പറയുമ്പം ED ചേർക്കാം. ഇപ്പോൾ വാക്ക് നടക്കുക, വാക്ക്ഡ് നടന്നു, വാക്ക്ഡ് കേട്ടോ. ഇത് നമ്മൾ വാക്ക്ഡ് എന്ന് പറയരുതേ, വാക്ക്ഡ്. ഇതിനൊക്കെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. ടോക്ക്, ടോക്ക്ഡ്. സ്മൈൽ, സ്മൈൽഡ്. ലാഫ്, ലാഫ്ഡ്. ഓക്കെ, എല്ലാം ED ചേർത്ത സംഭവങ്ങളായി. ഇതൊക്കെ റെഗുലർ വേർബ്സ് എന്ന് പറയും. പക്ഷെ എല്ലാവരും അങ്ങനെ റെഗുലർ അല്ല, സിമ്പിൾ അല്ല അവർ. ചിലർ ഇറഗുലറാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും?
അവർ ED വെച്ചിട്ട് എൻ്റെ ഇല്ല. റൈറ്റ്, റോട്ട് അല്ലേ. സീ കാണുക, കണ്ടു, സോ. ഗോ പോവുക, പോയി, വെൻറ്റ്. ഷട്ട് അടയ്ക്കുക, അതിൻ്റെ ഫാസ്റ്റ് ഫോം എന്താ? അത് ഷട്ട് തന്നെയാണ്. പുട്ട് അതിൻ്റെ പുട്ട് തന്നെയാണ്. കട്ട് അതിൻ്റെ കട്ട് തന്നെയാണ്. കട്ടിടുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പഠിക്കും. ഇതൊക്കെ എല്ലാത്തിനും ലിസ്റ്റ് എടുത്ത് ബൈഹാർട്ട് ചെയ്ത് പിന്നെ അതിനുശേഷം നമുക്കിതൊക്കെ തുടങ്ങാമെന്ന് വെച്ചാൽ നടക്കില്ല. നമ്മൾ ഓൺ ദ ഗോ ഇത് പഠിക്കേണ്ട ആവശ്യം വരുമ്പോൾ ഓരോ വേർബ്സ് ഒക്കെ പഠിച്ച് മുന്നേറുകയാണ് നല്ലത്. ഓക്കെ, ഇനി ഈ സിമ്പിളായിട്ട് ഇതിൻ്റെ സെൻറ്റൻസ് ഉണ്ടാക്കുന്നതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവിടെയാണ് ഏറ്റവും അധികം മിസ്റ്റേക്സ് വരാറുള്ളത്. അതിനു മുമ്പ് ഇന്ന് എൻ്റെ കോഴ്സിൽ ഒരാളൊരു ചോദ്യം ചോദിച്ചത് എനിക്ക് വളരെ വിചിത്രമായി തോന്നി. കാരണം ഞാൻ വിചാരിച്ചു ഇതൊക്കെ വളരെ ഇൻറ്റ്യൂട്ടീവായിട്ട് അറിവുണ്ടാവുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചത്, നീ പോയോ, എങ്ങനെ പറയും? അത് ഈ നെഗറ്റീവ് സെൻറ്റൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുന്ന പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം മനസ്സിലാവും. ഞാൻ പറഞ്ഞുതരാം അത് ആദ്യം. നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കുക? സാധാരണ സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കുക? സിമ്പിൾ പാസ്റ്റിൽ ഫസ്റ്റ് ഐ യു ദേവി എന്നുവെച്ചാൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേര്. അത് കഴിഞ്ഞാൽ എന്താണ് അയാൾ ചെയ്തത്? വേർബിൻ്റെ പാസ്റ്റ് ടെൻസ്. ഐ പ്ലേഡ്, ഷീ വെൻറ്റ്, ദേ ടോക്ഡ്. ഓക്കെ, ഇനി നെഗറ്റീവ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാ ഡിഡ് അല്ലെങ്കിൽ ഡിഡിൻറ്റ്. ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഡിഡ് അല്ലെങ്കിൽ ഡിഡിൻറ്റ് യൂസ് ചെയ്യണം. അപ്പോൾ ഐ യു ദേവി അല്ലെങ്കിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഹീ ഷീ ഇറ്റ് ഏതാണെങ്കിലും സബ്ജക്റ്റ് വരുന്ന അത് കഴിഞ്ഞിട്ട് ഡിഡിൻറ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേർബ് ബേസ് ഫോമിൽ ഷീ ഡിഡിൻറ്റ് സോ അല്ല, ഷീ ഡിഡിൻറ്റ് സീ, ഷീ ഡിഡിൻറ്റ് വാക്ക്ഡ് അല്ല, ഷീ ഡിഡിൻറ്റ് വാക്ക്. മനസ്സിലായോ? ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഡിഡ് വരുമ്പം വേർബിനെ മാറ്റിയ പ്രശ്നമാണ്. ഡിഡ് വരുമ്പോൾ വേർബിനെ മാറ്റരുത്. ഡിഡ് വരണം ഒന്നാമത്. മനസ്സിലായോ? ഇങ്ങനെയാണ് എന്ന് പറയുന്ന സെൻറ്റൻസിൽ നമ്മൾ ഇപ്പോൾ ഷീ സ്മൈൽഡ്, അവൾ പുഞ്ചിരിച്ചു. അവൾ പുഞ്ചിരിച്ചില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീ ഡിഡിൻറ്റ് സ്മൈൽ. അവിടെ സ്മൈൽഡ് എന്ന് വീണ്ടും ഉപയോഗിക്കരുത്. ഡിഡാണ് പാസ്റ്റിനെ കാണിക്കാൻ അവിടെ ഉള്ളത്. ഡിഡ് ഇല്ലെങ്കിൽ പാസ്റ്റിനെ കാണിക്കാൻ വേർബിനെ മാറ്റുക. ഓക്കെ, ഇനി ചോദ്യം ചോദിക്കുമ്പോഴോ അവൾ ചിരിച്ചോ പുഞ്ചിരിച്ചോ? ഡിഡ് ഷീ സ്മൈൽ. അവൾ പുഞ്ചിരിച്ചില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡിൻറ്റ് ഷീ സ്മൈൽ. ഇതിപ്പോൾ സബ്ജക്റ്റ് ആരാണെങ്കിലും ഇങ്ങനെയാണ്. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പഠിച്ചപ്പോൾ ഹീ ഷീറ്റ് വരുമ്പോൾ ഒക്കെ വേർബിന് എസ് ചേർക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോ ഗുസ്തി ഉണ്ടായിരുന്നില്ലേ? ഈ ഗുസ്തി ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് സിമ്പിൾ പാസ്റ്റ് പഞ്ചപാവമാണെന്ന് ഞാൻ പറയണത്. ആകെ ശ്രദ്ധിക്കേണ്ടത് ആ ഡിഡ് ആണ് പാസ്റ്റിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. നെഗറ്റീവ് എന്ന് വെച്ചാൽ നെഗറ്റീവ് സെൻസ് ഇങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചോദ്യം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലയോ എന്ന് പറയുന്ന സെൻറ്റൻസുകളിലൊക്കെ ഡിഡാണ് വരേണ്ടത്. ഡിഡ് അല്ലെങ്കിൽ ഡിഡിൻറ്റ്. ഈ കാര്യമാണ് എപ്പോഴും ഓർക്കേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് വ്യത്യസ്തമായി ചിന്തിക്കാൻ വകുപ്പുള്ളത് നമ്മുടെ ബി എന്ന് പറയുന്ന വേർബ്. ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞു ബി എപ്പോഴും ശ്രദ്ധിക്കണമെന്ന്. ഹാവ് അല്ലെങ്കിൽ ഡു ഇതൊക്കെ സാധാരണ പോലെയാണ്. ഡു എന്ന് പറഞ്ഞ വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ? ഡിഡ്. ബി എന്ന് പറഞ്ഞ വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ? കഞ്ഞഞ്ഞം. പേടിയാവുന്നുണ്ടോ? കുറേ പാസ്റ്റ് ഫോംസ് ഉണ്ട്. കാരണം ബിയുടെ പ്രസന്റ് ടെൻസിൽ എന്താ ഉള്ളത്? ആം, ഇസ്, ആർ അല്ലേ? ഇതൊക്കെ മാറിയിട്ട് ആമും ഇസും മാറിയിട്ട് പാസ്റ്റ് ടെൻസിൽ വരെ വാസ്. ആറ് മാറിയിട്ട് പാസ്റ്റ് ടെൻസിൽ വരെ ഇതിനെ വേർന്ന് പറയരുത്, വേ. ഹ എന്നൊക്കെ പറഞ്ഞാൽ വേ. ഓക്കെ, മനസ്സിലായോ? ഐ വാസ് ഹാപ്പി, ഞാൻ ഹാപ്പി ആയിരുന്നു. ഹി വാസ് ഹാപ്പി, ഷീ വാസ് ഹാപ്പി, ഇറ്റ് വാസ് ഹാപ്പി. ഹാപ്പി ആയിരുന്നില്ല എന്ന് പറയാൻ ഐ വാസിൻറ്റ് ഹാപ്പി, ഹി വാസിൻറ്റ് ഹാപ്പി, ഷീ വാസിൻറ്റ് ഹാപ്പി, ഇറ്റ് വാസിൻറ്റ് ഹാപ്പി. ചോദ്യം ചോദിക്കാൻ അങ്ങനെ ആയിരുന്നു എന്ന് ചോദിക്കാൻ വാസ് ഹി ഹാപ്പി, വാസ് ഐ ഹാപ്പി, വാസ് ഷീ ഹാപ്പി, വാസ് ഇറ്റ് ഹാപ്പി. ആയിരുന്നില്ലേ എന്ന് ചോദിക്കാൻ വാസിൻ ഹി ഹാപ്പി, വാസിൻ ഷീ ഹാപ്പി. അങ്ങനെ. ഇനി യുവും ദേയും വിയും വരുമ്പം വേറെ യൂസ് ചെയ്യാം. ഹാപ്പി ആയിരുന്നില്ല നിങ്ങൾ, യു വേറൻറ്റ് ഹാപ്പി. ചോദ്യം ആയിരുന്നോ? were you happy? യുവും ദേയും വിയൊക്കെ ഒരുപോലെ തന്നെ വരാം. അവർ ഹാപ്പി ആയിരുന്നില്ലേ? weren't they happy? ഓക്കെ, മനസ്സിലായോ? ഇതാണ് സെൻറ്റൻസ്. ബേസിക് സെൻറ്റൻസുകൾ ഉണ്ടാക്കേണ്ടത് ഇതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഡിഡ് വരുമ്പോൾ അവിടെ വേർബിനെ നിങ്ങൾ മാറ്റരുത്. മാറ്റി എന്ന് അറിഞ്ഞാൽ ഓരോ നിമിഷവും നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് അതിവേഗം കൂടാൻ തുടങ്ങും നിങ്ങളത് ഡിഡിനെ മറന്ന് കളിച്ചാൽ. അങ്ങനെ വിചാരിച്ചാൽ മതി.
സമ്മറൊക്കെ ആകുമ്പോൾ ഒരു ഡിഗ്രി കൂടെ ചൂടായാൽ എന്ത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഡിഡിനെ മറന്ന് കളിക്കരുത്. ഡിഡ് വരുമ്പോൾ നമ്മൾ വേർബിനെ മാറ്റരുത്. ഡിഡില്ലെങ്കിൽ വേർബിനെ പാസ്റ്റ് ഫോമിലിടാൻ മറക്കരുത്. ചൂട് കൂടും മറക്കണ്ട കേട്ടോ. ഇതെന്താ ഞാൻ ചൂട് കൂടുമെന്ന് അറിയാം, വെറുതെ പറഞ്ഞാണ്, മറക്കരുത്. അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, അതുകൊണ്ടാണ് കേട്ടോ. ചിലർ വിചാരിക്കും അതെന്താ ചൂടുമായിട്ട് ബന്ധം, ഒരാളെങ്കിലും വിചാരിക്കും അങ്ങനെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു തമാശ പറയാമെന്ന് വിചാരിച്ചാൽ ചിലർക്ക് കിട്ടില്ല, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ച സംശയം പറഞ്ഞാൽ, നീ പോയോ എന്നുള്ള സെൻറ്റൻസ് ഡു യു ഗോ എന്നുള്ള ഉത്തരം പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഡു വരണേ, പാസ്റ്റ് ടെൻസ് അല്ലേ, ഡിഡ് അല്ലേ, എനിക്ക് മനസ്സിലാവുന്നില്ല മാം ഇത് പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചത് ദൈവമേ ഈ പാസ്റ്റ് കഴിഞ്ഞ കാര്യമാണോ എന്ന് എന്താ മനസ്സിലാവാൻ ഇത്ര ബുദ്ധിമുട്ടെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ശരിയാ, കുട്ടി ചോദിച്ചത് ശരിയാണ്. അതെന്താ ശരിയാവാൻ കാരണം, പോയോ എന്ന് ചോദിച്ചാൽ പോയില്ലെങ്കിൽ പിന്നെ ആ സംഭവം നടന്നിട്ടില്ലല്ലോ, അപ്പോൾ അത് പാസ്റ്റിൽ നടന്നിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ ചിന്തിക്കാം. കുറച്ച് ബുദ്ധിയുള്ളവർ അങ്ങനെയൊക്കെ ചിന്തിക്കും. സത്യമാണ്, ഞാനൊക്കെ ചിലപ്പോൾ ഇത് പഠിക്കുന്ന സമയം ഞാനും ചിന്തിച്ചേനെ. എന്താ ഇത് ശ്രദ്ധിക്കണമെന്നറിയോ, നീ പോയോ അല്ലെങ്കിൽ അവൾ കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പം എപ്പം നടന്ന കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കണേ, ഇപ്പം നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണോ? അല്ല, ഈ സമയത്തിന് മുമ്പുള്ള എപ്പോഴോ എന്തോ ഒരു കാര്യം നടന്നു അല്ലേ, അത് നോക്കിയാൽ മതി നിങ്ങൾ. സമയം എപ്പോഴാണ്, ഈ ചോദിക്കുന്ന കാര്യം ഏത് സമയത്താണ് നടന്നത് എന്ന് നോക്കിയാൽ മതി. നീ പോയോ എന്ന് ചോദിച്ചാൽ ഇന്നലെ പോയ കാര്യമോ അല്ലെങ്കിൽ ഇന്ന് രാവിലെ പോയ കാര്യമോ മറ്റാണ്. അല്ലാതെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പോയോ എന്ന് ചോദിക്കില്ലല്ലോ, നീ പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നല്ലേ ചോദിക്കുള്ളൂ. മനസ്സിലായോ? സമയമാണ് ടെൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ ഫ്യൂച്ചർ എന്നത് സമയമാണ്. എപ്പോൾ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ടെൻസ് പിടി കിട്ടും. അപ്പോൾ നീ കഴിച്ചോ എന്ന് ചോദിക്കാൻ ഡിഡ് യു ഈറ്റ്. ഡു യു ഈറ്റ് എന്ന് പറഞ്ഞാൽ നീ കഴിക്കാറുണ്ടോ. അത് എപ്പോഴും ചിലർ പറയും റുണ്ടോ എന്ന് പഠിച്ചാൽ പോരെ എന്നാ, അങ്ങനെ പഠിക്കരുത്. സൂര്യൻ കിഴക്ക് ഉദിക്കാറുണ്ടോ എന്നല്ലല്ലോ, സൂര്യൻ കിഴക്കാണോ ഉദിക്കുന്നത് എന്ന് ചോദിക്കുന്നത് നമ്മളെ. അതുകൊണ്ട് ഈ മലയാളം അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ പഠിക്കരുത്. ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നതാണ്, എന്നാലും ചെയ്യും. ഒരു എളുപ്പം ടെക്നിക്കാന്ന് പറഞ്ഞിട്ട് പലരും ചെയ്യും. ഇത് കുറച്ച് കാലം ഈ ടെക്നിക്ക് വർക്ക് ചെയ്യുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എവിടേക്കൊക്കെയോ പാളി പോകുന്നു. അതോടുകൂടി നിങ്ങളുടെ മോട്ടിവേഷൻ പോവും, കോൺഫിഡൻസ് പോവും. അതുകൊണ്ട് അങ്ങനെ പഠിക്കരുത്. എന്ത് സിമ്പിളാണിത്, അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ. മനസ്സിലായോ? പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു തുടങ്ങട്ടെ, എനിക്ക് ആ മൂവി നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ബോധിച്ചിരിക്കണു എന്നെങ്ങനെ പറയും? ഞാൻ ആസ്വദിച്ചോ മൂവി എങ്ങനെ പറയും? അപ്പോൾ ഏത് കാലമാണ് കാലം? ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറയണോ? അല്ല, കണ്ടു കഴിഞ്ഞ സംഭവമല്ലേ. അപ്പോൾ ഐ ആസ്വദിച്ചു എന്ന് പറയാൻ എൻജോയ്ഡ് ദ മൂവി വളരെയധികം, അലോട്ട് എന്ന് വെച്ചാൽ നന്നായിട്ട്. ഐ എൻജോയ്ഡ് ദ മൂവി അലോട്ട്. കിട്ടിയോ? നിനക്ക് ഇഷ്ടപ്പെട്ടോ? രണ്ടുപേരും കൂടെ സിനിമയ്ക്ക് പോയിട്ട് വരുമ്പോൾ പറയണം ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഏത് ടെൻസാണ്? എപ്പോൾ സംഭവിച്ച കാര്യമാ? മുമ്പ് സംഭവിച്ച കണ്ട മൂവി നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അത് മനസ്സിലാക്കാനാണ് എനിക്ക് പലർക്കും ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓരോ കണ്ടുപിടുത്തങ്ങൾ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്. നീ ഇത് എൻജോയ് ചെയ്തോ എന്ന് ചോദിക്കാൻ ഡിഡ് യു എൻജോയ് ഇറ്റ്. നീ ആസ്വദിച്ചോ? മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞ് ആസ്വദിച്ചോ? ഡിഡ് യു എൻജോയ് ഇറ്റ് കേട്ടോ. എത്ര ആൾക്കാരെയാണ് പാർട്ടിക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും. എത്ര പേരെന്ന് ചോദിക്കാൻ ഹൗ മെനി പീപ്പിൾ. ഹൗ മെനി എന്ന് വെച്ചാൽ എത്ര. എണ്ണാൻ പറ്റുന്നതിന് എത്രയെന്ന് ചോദിക്കാൻ ഹൗ മെനി. എണ്ണാൻ പറ്റാത്തത് എത്രയാണെന്ന് ചോദിക്കാൻ ഹൗ മച്ച്. എത്ര പാല് വേണമെന്ന് ചോദിക്കാൻ ഹൗ മച്ച് മിൽക്ക് ഡു യു വോണ്ട്. മനസ്സിലായോ? ഹൗ മച്ച് എണ്ണാൻ പറ്റാത്തത് അൺകൗണ്ടബിൾ നൗൺസ്. നമ്മൾ പഠിച്ചോർമ്മയുണ്ട് ലെസൺ 1. എത്ര എന്നുള്ളത് കൗണ്ടബിൾ, ആൾക്കാർ എണ്ണാൻ പറ്റില്ല, ഒരാൾ രണ്ടാൾ എന്ന് പറഞ്ഞിട്ട്. എണ്ണാൻ പറ്റുമ്പോൾ ഹൗ മെനി. അപ്പോൾ എത്ര പേരെയാണ് നീ പാർട്ടിക്ക് ക്ഷണിച്ചിരിക്കണേ? ലിസ്റ്റ് പറ, എന്നാലേ ഫുഡിന് ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയും അത്? ഹൗ മെനി പീപ്പിൾ ഇൻവൈറ്റ് ചെയ്തത്, ചെയ്യാൻ പോണതല്ല, ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തിയാണ്. ഡിഡ് യു ഇൻവൈറ്റ് ടു ദ പാർട്ടി. ഹൗ മെനി പീപ്പിൾ ഡിഡ് യു ഇൻവൈറ്റ് ടു ദ പാർട്ടി. അപ്പോൾ അത് ക്ലിയർ ആയോ? എൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല. ഓക്കെ, ഇതൊക്കെ ഏത് ടെൻസാ? കാശ് ഉണ്ടായിരുന്നില്ല, പാസ്റ്റ് ടെൻസ്. കാശ് ഇല്ല എന്നല്ല, കാശ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല, മുമ്പ് ഞാൻ ചെയ്തില്ല ആ കാര്യം. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല. ഇത് രണ്ട് രീതിയിൽ പറയാം. എൻ്റെ കയ്യിൽ
കാശ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഞാനൊന്നും വാങ്ങിച്ചില്ല കാരണം എൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ പറയാം. ഞാനൊന്നും വാങ്ങിച്ചില്ല എന്ന് പറയും. വാങ്ങിക്കോ, ബൈ. വാങ്ങിച്ചില്ല, ഐ ഡിഡൻറ്റ് ബൈ എനിത്തിങ്. ഒന്നും വാങ്ങിച്ചില്ല. ഭാവം ഞാൻ ഐ ഡിഡൻറ്റ് ബൈ എനിത്തിങ് കാരണം ബിക്കോസ് എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. ഐ ഡിഡൻറ്റ് ഹാവ് എനി മണി. എന്തെങ്കിലും ഉണ്ടാവാൻ ഉള്ള വേർബ് ഹാവ് ആണ്. എൻ്റെ കയ്യിൽ കാശുണ്ട്, ഐ ഹാവ് മണി. എൻ്റെ കയ്യിൽ കാശ് ഇല്ല, ഐ ഡോണ്ട് ഹാവ് എനി മണി. എൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നില്ല, ഐ ഡിഡൻറ്റ് ഹാവ് എനി മണി. ഓക്കെ വാ. ചില സമയത്ത് ഇതൊന്നും അല്ലാത്ത നമ്മുടെ ഡു വരും. ഡു അതാണ് ഞാൻ തംബ്നെയിലിട്ടത്. ഡു കയറി വരുമ്പോഴാണ് ഡു ഡിഡ് ഡു 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 എന്ന് പറഞ്ഞിട്ട് ഒരു ആകെ സെൻറ്റൻസിൽ ഡു വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഹാർട്ട് റേറ്റ് കൂടും. അങ്ങനെ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഇത് എടുത്തു പറയണം കേട്ടോ. മെയിൻ വേർബ് ഡു ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പാസ്റ്റ് ടെൻസിൽ അത് കൈകാര്യം ചെയ്യാൻ നോക്കാം. നമുക്കത് കൈകാര്യം ചെയ്യാൻ കേട്ടോ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈകാര്യം ചെയ്യാനാണ്. കൈകാര്യം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരെ എടുത്തിട്ട് വരട്ടിയിട്ട് കൈകാര്യം ചെയ്യുന്നേ, അതുപോലെ നമുക്ക് സിമ്പിളായി നൈസായി കൈകാര്യം ചെയ്യാം. വരട്ടേണ്ട കാര്യമില്ല ഇവിടെ. അപ്പോൾ ഇന്നലെ നീ എന്താണ് കഴിച്ചത്? ഇതെങ്ങനെയാ ചോദിക്കാം. ഞാൻ വെച്ച കഞ്ഞി കുടിക്കാണ്ട് പുറത്ത് പോയി കഴിക്കാന്ന് പറഞ്ഞ് പോയിരുന്നല്ലോ. ആ കഞ്ഞി മുഴുവൻ ഞാനല്ലേ കുടിച്ചേ. നീ പുറത്ത് പോയിട്ട് എന്താ കഴിച്ചേ എന്ന് എനിക്ക് അറിയണം. അപ്പോൾ നീ എന്താണ് ഇന്നലെ കഴിച്ചത്? ഇന്നലെ യെസ്റ്റർഡേ. എന്താണെന്ന് പറയാൻ നമ്മൾ പഠിച്ച വാക്ക് ഓർമ്മയുണ്ടോ? വാട്ട്. എന്താണ് കഴിച്ചത്? കഴിച്ചു കഴിഞ്ഞില്ലേ, അപ്പോൾ ടെൻസിന് സംശയമില്ലല്ലോ. ഇന്നലത്തെ കാര്യം ചോദിക്കണേ. എപ്പോഴാണ് നടന്നതെന്ന് നോക്കുക. ഇന്നലെ എന്താണ് ടെൻസ് വരിക? പാസ്റ്റ്. അപ്പോൾ ഡിഡ് വേണം. ഡിഡ് മറന്നാൽ അറിയാലോ, താപനില കൂടും, ഭൂമി വീണ്ടും ഉരുകി തുടങ്ങും. ഓക്കെ, അപ്പം നമ്മൾ ഡിഡ് മറക്കരുത്. വാട്ട് ഡിഡ് യു ഈറ്റ് അല്ലെങ്കിൽ ഹാവ് യെസ്റ്റർഡേ? ഇന്നലെ നീ എന്താ കഴിച്ചത്? വാട്ട് ഡിഡ് യു ഹാവ് ഉപയോഗിക്കാം നമുക്ക് യെസ്റ്റർഡേ. ഓക്കെ, ഈ സെൻറ്റൻസിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാനെന്താ ചോദിച്ച ചോദ്യം എന്താണ്? ഇന്നലെ നീ എന്താ കഴിച്ചത്? ഇന്നലെ നീ എന്താ ചെയ്തത്? ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ടി വി കാണുകയായിരുന്നോ? പിള്ളേരുടെ കൂടെ പുറത്തു പോയോ? ഫ്രണ്ട്സിനോട് അടിച്ചു പൊളിച്ചോ? എനിക്ക് അറിയണം. നീ എന്താണ് ഇന്നലെ ചെയ്തത്? ചെയ്യുക എന്നുള്ളത് എന്താ വേർബ്? ഡു. ചെയ്യുക, ഡു. അപ്പം ഇങ്ങനെ വരിക. നീ എന്താ കഴിച്ചതെന്ന് പറയാൻ അവിടെ ഹാവ് വന്നു. നീ എന്താ ചെയ്തതെന്ന് പറയാൻ അവിടെ ഡു വരണം. വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? ഒരു ഡിഡ് ഡു ഒക്കെ അവിടെ കിടക്കണുണ്ടോ? ഡു. ഇതാണ് സിമ്പിളായിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഡു എന്ന് പറയുന്നത് മെയിൻ വേർബാണ്. അവിടുത്തെ പ്രധാന പ്രവൃത്തി. ചെയ്തത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കണ്ടേ. അപ്പം ഡിഡ് കിടക്കണം എന്തിനാ? ഡിഡ് കാണിക്കുന്നത് പാസ്റ്റ് ടെൻസിൽ സംഭവിച്ചു എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പാസ്റ്റ് ടെൻസാണ് നമ്മൾ പഠിക്കണത്. എന്ത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് അറിയണമെങ്കിൽ അവിടെ ഡിഡ് ചോദിക്കണം. ഡിഡ് വേണം. അതുകൊണ്ടാണ് അവിടെ ഡിഡ് വന്നത്. വാട്ട് ഡിഡ് യു, അല്ലെങ്കിൽ എവിടെയാണ് പോയത്? വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? എവിടെയാണ് നിങ്ങൾ പോയത്? മനസ്സിലായോ? അപ്പം ആ ഡു വന്നത് മനസ്സിലായ എന്തുകൊണ്ടാണ്? നമ്മുടെ വേർബ്സിൻ്റെ സാധാരണ ഫോമിൽ ഈറ്റ്, ഡ്രിങ്ക്, ഹാവ്, അതുമാതിരി സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമാണ് ഡു. പാസ്റ്റ് ടെൻസിൽ ഏതാ വരിക? എയ്റ്റ്, ഡ്രാങ്ക്, ഹാഡ്, ഡിഡ്. ഓക്കെ, ഇനി പ്രസൻറ്റ് ടെൻസിൽ ഏതാ യൂസ് ചെയ്യണേ? സിംഗുലർ ആണെങ്കിൽ സിംഗുലർ ആണ്. പ്രസൻറ്റ് ടെൻസിൽ ഒറ്റ ഞാൻ നിങ്ങളല്ലാണ്ട് വേറെ ഒരാളാണെങ്കിൽ എന്ത് ഫോം ഉപയോഗിക്കുക? ഈറ്റ്സ്, ഡ്രിങ്ക്സ്, ഹാസ്. ഹാവിൻ്റെ സിംഗുലർ ഫോം ഹാസ്, ഡൂൻ്റെ ഡസ്. ഇത് ഓർത്ത് വെച്ചാൽ, ഇത് പഠിച്ചാൽ നിങ്ങളുടെ കുറേ സംശയങ്ങൾ അലിഞ്ഞു പോകും. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ഡു എന്താണ്? ഈ ഡിഡിനിടെ കയറി കളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ഒന്നും ചെയ്തില്ല, എങ്ങനെ പറയും? ഐ ഡിഡിൻറ്റ് ഡു എനിത്തിങ്. ഞാനൊന്നും കഴിച്ചില്ല, ഐ ഡിഡിൻറ്റ് ഈറ്റ് എനിത്തിങ്. ഞാനൊന്നും ചെയ്തില്ല, ഐ ഡിഡിൻറ്റ് ഡു എനിത്തിങ്. അപ്പോൾ ഡിഡിൻറ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് കാണിക്കാൻ. അത് കഴിഞ്ഞ് എന്താണ് നമ്മൾ ചെയ്യാതിരുന്നത്? ഡിഡിൻറ്റ്. എന്താണ് ഡിഡിൻറ്റ്? ഡു. ഒന്നും ചെയ്തില്ല, ഒന്നും കഴിച്ചില്ല, ഡിഡിൻറ്റ് ഈറ്റ്. ഒന്നും ചെയ്തില്ല, ഡിഡിൻറ്റ് ഡു. മറക്കുമോ നീ മൗനഗീതം, അങ്ങനെ എന്തോ ഒരു പല്ലേ, അത് മാതിരി മറക്കരുത് കേട്ടോ. എനിക്കങ്ങോട്ട് ദേഷ്യം പിടിച്ചു അവർ ലേറ്റായപ്പോൾ. ലേറ്റായി, അതപ്പോൾ എനിക്കങ്ങോട്ട് ദേഷ്യം പിടിച്ചു. എങ്ങനെ പറയും? ബുദ്ധിമുട്ടായി. ദേഷ്യം പിടിച്ചെന്ന് വെച്ചാൽ നമ്മൾ ആംഗ്രി ഒന്നുമല്ല, ഞാനിങ്ങനെ രക്തം തളച്ചൊന്നും. എനിക്കങ്ങനെ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയെത്തി. അത് ഐ വാസ് അനോയ്ഡ്. അതാണ് എന്ത് അങ്ങനെ ഒരു ഫീലിംഗ്. ദേഷ്യം പിടിച്ച് കത്തി നിൽക്കുന്നതല്ല, മനസ്സിലായോ? നമുക്കൊരു ഇഷ്ടമില്ലായ്മ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർ കാണിക്കുമ്പോൾ, അതാണ് അനോയ്ഡ്.
ഐ വാസ് അനോയ്ഡ്, ഞാൻ അനോയ്ഡ് ആയിരുന്നു. എന്തുകൊണ്ട്? അവർ ലേറ്റ് ആയതുകൊണ്ട്. ബിക്കോസ് ദേ വർ ലേറ്റ്. ഇവിടെയാണ് ബിയുടെ ഫോം. ഐ വാസ് അനോയ്ഡ്, ഞാൻ ആകെ ഇങ്ങനെ അവസ്ഥയിലായിരുന്നു. കാരണം ബിക്കോസ് അവർ ലേറ്റ് ആയതുകൊണ്ട്. ബിക്കോസ് ദേ വർ ലേറ്റ്, ദേ വർ അല്ലേ, യു ദേ വി, അവിടെ വേറാ. ബിക്കോസ് ദേ വർ ലേറ്റ്. ഐ വാസ് അനോയ്ഡ് ബിക്കോസ് ദേ വർ ലേറ്റ്, കാരണം ദേ വർ ലേറ്റ്. മനസ്സിലായോ? ഇവിടെ നമ്മൾ ഡിഡ് ഉപയോഗിക്കേണ്ട കാര്യം വന്നില്ല, കാരണം നമ്മുടെ മെയിൻ വേർബ് ബി ആയതുകൊണ്ട് അല്ലേ. ഞാൻ അനോയ്ഡ് ആണ് എന്ന് പറയാൻ ഐ ആം അനോയ്ഡ്, ഞാൻ അനോയ്ഡ് ആയിരുന്നു, ഐ വാസ് അനോയ്ഡ്. നീ ഹോളിഡേയിൽ പോയില്ലേ? എവിടെയാണ് പോയത്? സ്വിറ്റ്സർലൻഡിലോ എന്നൊക്കെ പോയി എന്ന് പറയണേ. അവിടെ എന്തൊക്കെയോ ഒരു മഴയൊക്കെ ആയിരുന്നു എന്ന് ന്യൂസിലുണ്ടായിരുന്നേ. നമുക്കൊന്ന് സഹിക്കുന്നില്ല. അവൻ സ്വിറ്റ്സർലൻഡിൽ ഹോളിഡേക്ക് പോയത്. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, നീ അവിടെ ഹോളിഡേക്ക് പോയിരുന്നപ്പോൾ കാലാവസ്ഥയൊക്കെ നന്നായിരുന്നോ? ആവരുതേ 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 എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ചോദിച്ചോളൂ എങ്ങനെയാന്ന്. നീ ഹോളിഡേയിൽ പോരുന്ന സമയത്ത് അവിടെ കാലാവസ്ഥയൊക്കെ നന്നായിരുന്നോ? കിട്ടുന്നുണ്ടോ ഈ സെൻറ്റൻസ് ഉണ്ടാക്കാൻ? അപ്പോൾ എന്തെങ്കിലും നന്നായിരുന്നോ എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥ പറയാണ് അല്ലേ. വെതറിൻ്റെ അവസ്ഥ പറയണം, കാലാവസ്ഥ വെതറിൻ്റെ അവസ്ഥ പറയാണ് നല്ലായിരുന്നു എന്ന്. അപ്പോൾ അവസ്ഥകൾ പറയും, എപ്പോഴും അവസ്ഥ അല്ലേ. ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥയാണ്. ഷീ ഈസ് ഹാപ്പി, യു ആർ ഹാപ്പി. അപ്പോൾ അവസ്ഥകൾ, ആരുടെയെങ്കിലും അവസ്ഥ, ഐഡൻറ്റിറ്റി, ഒരു സ്ഥലത്താണ് അവരവരുടെ പ്രൊഫഷൻ, ഇതൊക്കെ പറയുമ്പോൾ ബി ആണ് മെയിൻ വേർബ്. അപ്പോൾ നമ്മൾ ബിയുടെ പാസ്റ്റ് ടെൻസ് വാസ്. എന്ത് നന്നായിരുന്നോ? വെതർ. വാസ് ദ വെതർ ഗുഡ് അല്ലേ. വാസ് ദ വെതർ ഗുഡ്. നീ ഹോളിഡേയിൽ ആയിരുന്നപ്പോൾ, ആ സമയത്ത്. വെൻ യു വേർ ഓൺ ഹോളിഡേ. കിട്ടാൻ ഇത്തിരി പാടായിരിക്കും, അതുകൊണ്ടാണൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ സെൻറ്റൻസ് ഉപയോഗിക്കണം. വാസ് ദ വെദർ ഗുഡ് വെൻ യു വേർ ഓൺ ഹോളിഡേ? അവർക്ക് വരാൻ പറ്റിയില്ല കാരണം അവർ ഭയങ്കര ബിസി ആയിരുന്നു. അങ്ങനെ പറയും. അവർക്ക് പറ്റിയെന്ന് പറയാൻ they were able to do it. കേട്ടോ, ഇത് പഠിക്കുക. they were able to do it. പറ്റിയില്ല, they weren't able to എന്ത് വരാൻ പറ്റില്ല, to come. കാരണം ബിക്കോസ് അവർ ബിസി ആയിരുന്നു. അവരിങ്ങനെ ബിസി ആയിരുന്നു എന്ന് പറയാം. they were so busy, ഭയങ്കര ബിസി ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല. സെൻറ്റൻസുകൾ മെല്ലെ മെല്ലെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മതി. ഞാൻ പറയുന്നത് സ്പീഡിൽ പോകണമെങ്കിൽ നിങ്ങൾ പോസ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സെൻറ്റൻസ് ഉണ്ടാക്കുക. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കാനില്ല. തെറ്റിയാണ് നമ്മളത് കറക്റ്റ് ചെയ്ത് ശരിയാക്കി വരിക. ഓക്കെ, തെറ്റിയാൽ എവിടെ തെറ്റി നോക്കുക, നമ്മൾ വരുത്തിയ മിസ്റ്റേക്ക് നോക്കുക, മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പിന്നെ ഉറക്ക പറയുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. നമ്മൾ ഉറക്ക സെൻറ്റൻസുകൾ പറയുമ്പോൾ ആ സെൻറ്റൻസ് സ്ട്രക്ചർ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. നമ്മളിങ്ങനെ റൂൾസ് അന്വേഷിച്ച് പോകേണ്ടി വരില്ല. അതിനാണ് ഞാൻ വാട്സപ്പ് ക്ലാസ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതിൽ ഗ്രാമർ ഇല്ല. ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചേർന്നോളൂ. നല്ല കോഴ്സാണ്. അത്യാവശ്യം എന്താ പറയുക, യൂട്യൂബൊക്കെ കണ്ടിട്ട് അത്യാവശ്യം ഗ്രാമറൊക്കെ പഠിച്ചവർക്കൊക്കെ വളരെ നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും. കൂടുതൽ എൻ്റെ യൂട്യൂബിൽ കാണുന്ന ആൾക്കാർ തന്നെയാണ് വന്ന് എടുക്കാറുള്ളത്. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ തരാറുണ്ട് യൂട്യൂബ് വീഡിയോനെ കുറിച്ച്. വളരെ നന്ദി. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. 15-ാം തീയതി ആയിരിക്കും ക്ലാസ് തുടങ്ങുക കേട്ടോ എപ്പോഴും. അപ്പോൾ 14-ാം തീയതിക്ക് മുമ്പ് അതിൻ്റെ കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ച് ഇരിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് അത്ര വിശക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല. സ്ഥിരം പറയാറില്ലല്ലേ. ശരിക്കും പറഞ്ഞാൽ മൂഡ് ഓഫ് ആയതായിരിക്കും. എന്നാലും നമ്മളിങ്ങനെ പറയാം, എനിക്ക് അത്ര വിശക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല. ഇനിയിപ്പോൾ ഉള്ള വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്തോളൂ, നല്ല വിശപ്പുണ്ട് ഇപ്പോൾ. നമ്മുടെ ഒറിജിനൽ സെൻസ് ഇതാണ്. എനിക്ക് വിശക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. എങ്ങനെ പറയും? എനിക്ക് വിശക്കുന്നു എങ്ങനെ പറയും? ഐ എം ഹംഗ്രി. എനിക്ക് വിശക്കൊക്കെ ഉണ്ടായിരുന്നു, ഐ വാസ് ഹംഗ്രി. എനിക്ക് വിശക്കുണ്ടായിരുന്നില്ല, ഐ വാസിൻറ്റ് ഹംഗ്രി. അതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല. അപ്പം അവിടെ നമ്മൾ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ സോ. കാരണം എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ബിക്കോസ്. ഓക്കെ, ബിക്കോസ് ഐ വാസിൻറ്റ് ഹംഗ്രി എന്ന് പറയാം. പക്ഷെ ഇവിടെ അതല്ല, ഞാൻ കഴിച്ചില്ല, കാരണം എന്ന് പറയാൻ സോ ഞാൻ എന്താ ചെയ്തേ? ഞാൻ ഒന്നും കഴിച്ചില്ല. എങ്ങനെ പറയാ? ഐ കഴിച്ചോ? ഇല്ല. അപ്പോൾ ഡിഡിൻറ്റ് ഈറ്റ് എനിത്തിങ്. ഐ വാസിൻറ്റ് ഹംഗ്രി, സോ ഐ ഡിഡിൻറ്റ് ഈറ്റ് എനിത്തിങ്. മാക്കെന്ന് വിഴുങ്ങുമ്പോൾ നമ്മൾ ചോദിക്കുക, ഒന്നും കഴിച്ചില്ലേ? ഐ വാസൻറ്റ് ഹംഗ്രി, സോ ഐ ഡിഡ്ന്റ് ഈറ്റ് എനിത്തിങ്. പാർട്ടിക്ക് പോയി വന്ന ആൾ പറയണം. ഏകദേശം പിടി കിട്ടിയോ കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ എന്താ ഉള്ളത്? ഹോംവർക്ക്. ഇത് ഈ ലെസൺ ആക്ച്വലി പാസ്റ്റ് ടെൻസ് എളുപ്പമാണ്, പക്ഷെ നല്ല പ്രാക്ടീസ് വേണം. അതുകൊണ്ട് ഹോംവർക്ക് ഒരു ശങ്ക ഇല്ലാണ്ട് ഇങ്ങോട്ട് ചെയ്യുക കേട്ടോ. ചെയ്യണോ എന്നുള്ള ശങ്ക വരും. ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെ വിചാരിച്ചില്ലേ, ഇത് എഴുതണം. ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് കുത്തിയിരുന്ന് എഴുതുക. ആ പ്രാക്ടീസാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുക കേട്ടോ. പൂരിപ്പിച്ചാൽ മതി. ഇറ്റ് വാസ് സോ കോൾഡ്, സോ ഐ ഡാഷ്. എന്നുവെച്ചാൽ
ഞാൻ എൻ്റെ കോട്ട് ഇട്ടു എന്നിങ്ങനെ പറയും. പുട്ട് ഓൺ എന്നുള്ള വാക്കാണ് കോട്ട് ഇടുക എന്നുള്ളതിന് ഉപയോഗിക്കാം. ഇട്ടു, ഞാൻ കോട്ട് ഇട്ടു. ഇറ്റ് വാസ് കോൾഡ് സോ ഐ ഡാഷ്. ഞാൻ എൻ്റെ കോട്ട് ഇട്ടു, അതാണ്. അടുത്തത്, സിനിമ അത്രയ്ക്ക് രസമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ പറയും? ദ ഫിലിം രസം ഉണ്ടായിരുന്നില്ല, എനിക്ക് അത്രയ്ക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് എന്ന് പറയാൻ മച്ച്. ഓക്കെ, സിനിമ അത്രയ്ക്ക് കൊള്ളില്ലായിരുന്നു, അത്രയ്ക്ക് നല്ലതായിരുന്നില്ല അങ്ങനെ. അതുകൊണ്ട് എനിക്ക് ആസ്വദിക്കാൻ അങ്ങനെ പറ്റിയില്ല, നന്നായി ആസ്വദിക്കാൻ പറ്റിയില്ല. ആസ്വദിക്കുക, എൻജോയ്. അടുത്തത്, ലീസ ഭയങ്കര തിരക്കിലാണെന്ന് എനിക്ക് അറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ അവളെ ഡിസ്റ്റർബ് ചെയ്തില്ല. എനിക്ക് അറിയായിരുന്നു, അറിയുക നോ. എന്താ അറിയായിരുന്നേ? ലീസ ബിസി ആയിരുന്നു എന്ന്. അതുകൊണ്ട് ഞാൻ അവളെ ഡിസ്റ്റർബ് ചെയ്തില്ല. അടുത്തത്, നീ എവിടെയാ കഴിഞ്ഞ വീക്കെൻഡ് പോയത്? ഇൻസ്റ്റഗ്രാമിൽ നല്ല ഫോട്ടോ ഒക്കെ കണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കുക. എവിടെയാ നീ കഴിഞ്ഞ വീക്കെൻഡ് ലാസ്റ്റ് വീക്കെൻഡ് പോയത്? ഉത്തരം പറയണം കേട്ടോ ഇംഗ്ലീഷിൽ. ഐ വെന്റ് എന്നല്ല, എവിടെയാ പോയെന്നല്ല, ചോദ്യം ചോദിക്കണം കേട്ടോ ഇംഗ്ലീഷിൽ. നീ അവളെ കണ്ടില്ലേ? നീ അവളെ കണ്ടില്ലേ, അതാണ് അടുത്തത്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവള് ലണ്ടനിലായിരുന്നോ? അവള് ലണ്ടനിലായിരുന്നോ? ഇത്രേ ഉള്ളൂ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്ലാസ്. ഞാനിങ്ങനെ ചിരിച്ച ഓരോ കാര്യങ്ങൾ പറയുമെങ്കിൽ ഇതിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരാണ്? സൂപ്പർ വുമൻ ആയിരിക്കും, അല്ലെങ്കിൽ സൂപ്പർ മാൻ ആയിരിക്കും നിങ്ങൾ ആണാണെങ്കിൽ. എനിക്ക് പൊതുവെ വ്യൂവേഴ്സ് മുഴുവൻ കുറേ പെണ്ണുങ്ങളാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ത്രീകളെ മനസ്സിൽ വെച്ച് ഓരോന്ന് പറയാൻ ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങൾ പുരുഷന്മാർ ഓടിപ്പോരുത്, എല്ലാവർക്കും പഠിക്കാം ഇംഗ്ലീഷ്. പിന്നെ പറയേണ്ടത്, ഇംഗ്ലീഷ് കോഴ്സായിട്ട് എടുക്കണമെങ്കിൽ അതിന് ഡീറ്റെയിൽസ് ഒക്കെ താഴെയുണ്ട്. എല്ലാവരും കോഴ്സൊന്നും എടുക്കണ്ട കേട്ടോ. ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് പറയുമ്പോഴേക്കും ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ കോഴ്സ് എടുപ്പിക്കാൻ, അങ്ങനെയല്ല. യൂട്യൂബിൽ കണ്ട് പഠിക്കുന്നവർ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ സ്പീക്കിംഗ് പ്രൊഫഷൻസി വേണമെങ്കിൽ വാട്സപ്പ് കോഴ്സ് എടുക്കുക, അല്ലാത്ത കോഴ്സൊന്നും എടുക്കണ്ട. ഈ ഇംഗ്ലീഷ് ഒരു എന്താ പറയുക, ജോലിക്കൊക്കെ വരുന്ന ആൾക്കാരില്ലേ, നിർബന്ധമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് അത് ഒരു കോഴ്സ് എടുത്ത് ചെയ്യാൻ, അങ്ങനെയുള്ള ആൾക്കാർ, എത്രയോ കോഴ്സ് എടുത്ത ആൾക്കാരുടെ അടുത്ത് വരാറുണ്ട്. എന്നിട്ട് അവർ പറയും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന്. എൻ്റെ കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ വേറെ കോഴ്സ് ആരും എടുക്കില്ല, എനിക്ക് ഉറപ്പിച്ച് പറയാം. കോഴ്സ് എടുക്കുകയെന്ന് വെച്ചാൽ വാങ്ങിക്കില്ല, ചെയ്ത ആൾക്കാർ വേറെ കോഴ്സ് എടുക്കില്ല. കാരണം എൻ്റെ കോഴ്സ് അത്രയ്ക്ക് നല്ലതാണ്. അങ്ങനെ ഞാൻ പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാലോ. ഞാനങ്ങനെ വെറുതെ പറഞ്ഞ കാര്യമില്ല. എൻ്റെ കോഴ്സ് എനിക്ക് നല്ല വിശ്വാസം, 100% വിശ്വാസമുണ്ട്. കാരണം വേറെ എവിടെയും പോയ ആൾക്കാർ എത്രയോ സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ട് ലിസ്റ്റ് ഇട്ടിട്ട് എനിക്ക് ഇത്രയൊക്കെ സ്ഥലങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു, പക്ഷേ ശരിയാവുന്നില്ല എന്ന്. എൻ്റെ കോഴ്സ് സൂപ്പറാണെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴ്സ് എടുക്കണം എന്നുള്ളവർ സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് റെക്കമെൻഡ് ചെയ്യുക. അതായത് യൂട്യൂബ് കണ്ട് പഠിക്കുന്നവർ അങ്ങനെ പഠിക്കുക. എല്ലാവർക്കും പഠിക്കാൻ അവസരങ്ങളുണ്ട്. കോഴ്സ് തന്നെ കുറച്ചുകൂടെ എന്താ പറയുക, ഈ വർക്കിംഗ് പ്രൊഫഷണൽസൊക്കെ കൂടുതൽ എടുക്കണേ. ഡോക്ടേഴ്സ്, ലോയേഴ്സ്, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, ടീച്ചേഴ്സ്, വലിയ വലിയ മാനേജ്മെൻറ്റ് പൊസിഷനിലവർക്ക്, അവർക്ക് അവരുടെ ഇംഗ്ലീഷ് നല്ല സൂപ്പർ ആവണം, എന്നാലും അവരുടെ ഒരു ജീവിതം അങ്ങോട്ട് ഇമ്പ്രൂവ് ആവുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ IT മേഖലയിലുള്ളവർ ആ സ്റ്റാൻഡേർഡിലെത്തണം. നമുക്ക് വെബ് പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് കോഴ്സ് എടുത്ത് യൂട്യൂബ് വീഡിയോസ് കണ്ടവർക്ക് പഠിക്കാൻ നേരമുണ്ടാവില്ല. കോഴ്സ് എന്ന് വെച്ചാൽ വളരെ ഒരു 15 മിനിറ്റൊക്കെ അല്ലെങ്കിൽ 5-10 മിനിറ്റൊക്കെ ഒരു ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ തീർത്ത് പോകാം. കിട്ടുന്ന ടൈമിൽ വെച്ച് പഠിക്കാൻ പറ്റും. യൂട്യൂബ് വീഡിയോ അങ്ങനെയല്ലല്ലോ. പിന്നെ അത് കുറച്ചുകൂടെ സ്ട്രക്ചേർഡാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബ് വീഡിയോ കണ്ട ആൾക്കാർ തന്നെയാണ് കോഴ്സ് എടുക്കണേ. അപ്പം അവർ വേണമെങ്കിൽ എന്നാൽ പിന്നെ എനിക്ക് യൂട്യൂബ് മതി, കോഴ്സ് എടുക്കില്ല എന്ന് വെച്ചിട്ട് ആരും പോകാറില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ അതങ്ങനെയാണ് ഞാൻ സ്ട്രക്ചർ ചെയ്തേക്കണേ. അധികം കോഴ്സിനെ കുറിച്ച് പറയില്ല. അപ്പം ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. ഹോംവർക്ക് എഴുതിയിട്ട് പോകണം പ്ലീസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.